ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പനിക്ക് പറ്റിയ ഒരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോണത്. കാരണം എന്താണെന്നറിയോ, എനിക്ക് ഇത്തിരി പനിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഇന്ന് നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാവാം, അല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി കേട്ടോ. അതിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. അപ്പം നല്ല ഒരു ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ പനി വരുമ്പോൾ നമ്മൾ ഈ ടൈമിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ പനിയുണ്ട്, പനി ചുമ ഇതൊക്കെയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും നമുക്ക് ചൂട്ടോടെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് സോട്ട് ചെയ്യുക. നന്നായിട്ടൊന്ന് വാടി വരണം. അതിൻ്റെ പച്ചമണം പോകണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വരണം ചെറുതായിട്ട്. തീ കുറച്ച് വെക്കുക കേട്ടോ, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സവാള കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള, അപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ നമുക്ക് അരിഞ്ഞ് വെക്കണം. ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ അല്ലെങ്കിൽ ക്യാബേജ് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ കുറച്ച്, പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ഇതിലിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ, അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്യുക കേട്ടോ. ബീൻസിന് ഇത്തിരി വേവ് കൂടുതലാണ്, അതുകൊണ്ട് കുഞ്ഞാക്കി കട്ട് ചെയ്യണം. പിന്നെ കുറച്ച് കോളിഫ്ലവർ ഇത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. വല്ലാതെ അതിൻ്റെ കളർ മാറരുത്. നമ്മളതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വാടി വരണം. വല്ലാതെയല്ല, ഒരു പകുതി വേവ്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഇളക്കി തീയിൽ ഇങ്ങനെ ഒന്ന് വാട്ടി എടുക്കാം കേട്ടോ. രാവിലെ ഒരു 11 മണി 12 മണിയാകുമ്പോഴാണ് ഇത്തിരി ചൂടൊക്കെ വരുന്നുള്ളൂ. അതുവരെ നല്ല തണുപ്പാണ്. അപ്പോൾ കുറച്ച് പച്ചമുളക് കൂടി ഞാൻ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്, ഇപ്പോൾ കാലാവസ്ഥയിൽ വന്ന മാറ്റമായിരിക്കാം. നല്ല ചുമയും ഒക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കാം. കുറച്ച് ഇപ്പോൾ അതൊരു 5 ഗ്ലാസ് വെള്ളം അതിലൊഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ടിട്ടില്ലല്ലോ, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് നോക്കുക, ഉപ്പ് പാകമാണോ ഒന്ന് നോക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ഉണ്ട് അവിടെ ഇരിക്കുന്നത്. അത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ കണ്ട കളർ മാറരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാലായി കണ്ടോ. അപ്പോൾ കറക്റ്റായി. അപ്പോൾ ഇനി വേണ്ടത് സ്പ്രിംഗ് ഒണിയൻ ഇടണം. അതിൽ മുന്നായിട്ട് കുറച്ച് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് യോജിപ്പിച്ചിട്ട് അതിലൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് തിക്കായി കിട്ടും. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. നമ്മളുടെ കയ്യിൽ കഞ്ഞിവെള്ളമാണോ ഉള്ളതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ഒഴിക്കാം. അപ്പോൾ അതൊന്ന് തിക്കായി, ലേശം ഒന്ന് തിക്കായി ഒന്ന് വരും. അപ്പോൾ സ്പ്രിംഗ് ഒണിയൻ കുറച്ച് അതിൽ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം വലിയ ഇല ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം കുറച്ച് കുരുമുളക്, കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കണം. നമുക്ക് കുരുമുളകാണ് നമുക്ക് എരിവിനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ആ കുരുമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു കോഴിമുട്ട ഞാനിങ്ങനെ അടിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
കുരുമുളക് ഇടുക. നല്ല പോലെ കുരുമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. എനിക്ക് കുറച്ച് എരിവ് വേണമെന്ന് തോന്നിയിട്ട് തന്നെയാണ് കേട്ടോ കുരുമുളക് ഇടുമ്പോഴാണ് അത് നമുക്ക് ഈ പനി ഉള്ള സമയത്ത് അത് കുടിക്കുമ്പോൾ ഒരു സുഖം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ രസം വെച്ചൊക്കെ കഴിക്കും, ഇതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു ഒരു ഊർജം കിട്ടും, നമ്മളിത് കഴിക്കുമ്പോൾ ഒരു ഉണർവ് കിട്ടും. അപ്പോൾ അതൊന്ന് ഒരു പാത്രത്തിലേക്ക് എടുത്ത് നമുക്ക് ഇതേപോലെ കുടിക്കാം. ചൂട്ടോടെ കുടിക്കണം കേട്ടോ. സൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് ചൂട്ടോടെ തന്നെ കഴിക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനീഗറിൽ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നമുക്ക് കോരി കോരി കുടിക്കാം. ചൂട്ടോടെ തന്നെ കുടിക്കണം കേട്ടോ. നല്ല ഉഷാറാവും, നല്ല സൂപ്പാണ് കേട്ടോ. ഇത് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് കഴിക്കാൻ തുടങ്ങിയാൽ നമ്മളിപ്പോൾ ആഴ്ചയിൽ 1-2 വട്ടമെങ്കിലും നമ്മളിത് കഴിക്കുക. അപ്പോൾ വളരെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യണ്ട, എല്ലാം കാണുക, എൻ്റെ വീഡിയോസ് എല്ലാം കാണുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പനിയുള്ളവർ എന്തായാലും ഇത് കുടിച്ച് നോക്കണം കേട്ടോ. പനിയൊക്കെ ഒന്ന് മാറി ഉഷാറാവട്ടെ കേട്ടോ. അപ്പം ഞാനിത്തിരി വയ്യാതെ ഇരിക്കുകയാണ്. ഓക്കെ, വീണ്ടും കാണാം. ബൈ.